കൃതികൾ, രചയിതാക്കൾ. കൃതികൾ, രചയിതാക്കൾ. നാട്യശാസ്ത്രം എന്ന കൃതിയുടെ രചയിതാവ് ഭരതനാണ്. നാട്യശാസ്ത്രം എന്ന കൃതിയുടെ രചയിതാവ് ഭരതനാണ്. ഹൃദയദർപ്പണം എന്ന കൃതിയുടെ രചയിതാവ് ഭട്ടനായകനാണ്. ഹൃദയദർപ്പണം എന്ന കൃതിയുടെ രചയിതാവ് ഭട്ടനായകനാണ്. രസിക കൗതുകം എന്ന കൃതിയുടെ രചയിതാവ് എം.എച്ച്. ശാസ്ത്രികളാണ്. രസിക കൗതുകം എന്ന കൃതിയുടെ കർത്താവ് എം.എച്ച്. ശാസ്ത്രികളാണ്. ഹരിത സാഹിത്യ ദർശനം എന്ന കൃതിയുടെ രചയിതാവ് എം. അച്യുതനാണ്. ഹരിത സാഹിത്യ ദർശനം എന്ന കൃതിയുടെ രചയിതാവ് എം. അച്യുതനാണ്. ജീവൻ്റെ കയ്യൊപ്പ് എന്ന കൃതിയുടെ രചയിതാവ് ആശാമേനോനാണ്. ജീവൻ്റെ കയ്യൊപ്പ് എന്ന കൃതിയുടെ രചയിതാവ് ആശാമേനോനാണ്. കണ്ണശ്ശ ഭാരതം എന്ന കൃതിയുടെ രചയിതാവ് രാമപ്പണിക്കരാണ്. കണ്ണശ്ശ ഭാരതം എന്ന കൃതിയുടെ രചയിതാവ് രാമപ്പണിക്കരാണ്. ഭാരതമാല എന്ന കൃതിയുടെ രചയിതാവ് വെള്ളാങ്ങല്ലൂർ ശങ്കരപ്പണിക്കരാണ്. ഭാരതമാല എന്ന കൃതിയുടെ രചയിതാവ് വെള്ളാങ്ങല്ലൂർ ശങ്കരപ്പണിക്കരാണ്. സ്നേഹഗീതങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ഒ വി ഉഷയാണ്. സ്നേഹഗീതങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ഒ വി ഉഷയാണ്. ചാഞ്ഞു പെയ്യുന്ന മഴ, പറിച്ചു നട്ട ചെടി, വാക്കുകൾ ചേക്കേറുന്നിടം എന്നീ കൃതികളുടെ രചയിതാവ് റോസ്മേരിയാണ്. ചാഞ്ഞു പെയ്യുന്ന മഴ, പറിച്ചു നട്ട ചെടി, വാക്കുകൾ ചേക്കേറുന്നിടം എന്നീ കൃതികളുടെ രചയിതാവ് റോസ്മേരിയാണ്. മൃഗശിക്ഷകൻ, തച്ചൻ്റെ മകൾ, മഴ തൻ മറ്റേതോ മുഖം എന്നീ കൃതികളുടെ രചയിതാവ് വിജയലക്ഷ്മിയാണ്. മൃഗശിക്ഷകൻ, തച്ചൻ്റെ മകൾ, മഴ തൻ മറ്റേതോ മുഖം എന്നീ കൃതികളുടെ രചയിതാവ് വിജയലക്ഷ്മിയാണ്. നിലം പൂത്തു മലർന്ന നാൾ എന്ന കൃതിയുടെ രചയിതാവ് മനോജ് കുറൂരാണ്. നിലം പൂത്തു മലർന്ന നാൾ എന്ന കൃതിയുടെ രചയിതാവ് മനോജ് കുറൂരാണ്. എരി എന്ന കൃതിയുടെ രചയിതാവ് പ്രദീപൻ പാമ്പിരിക്കുന്നാണ്. എരി എന്ന കൃതിയുടെ രചയിതാവ് പ്രദീപൻ പാമ്പിരിക്കുന്നാണ്. ആസിഡ് എന്ന കൃതിയുടെ രചയിതാവ് സംഗീത ശ്രീനിവാസനാണ്. ആസിഡ് എന്ന കൃതിയുടെ രചയിതാവ് സംഗീത ശ്രീനിവാസനാണ്. കാളിദാസൻ്റെ മരണം എന്ന കൃതിയുടെ രചയിതാവ് എം. നന്ദകുമാറാണ്. കാളിദാസൻ്റെ മരണം എന്ന കൃതിയുടെ രചയിതാവ് എം. നന്ദകുമാറാണ്. കഥകളി രസവിചാരം എന്ന കൃതിയുടെ രചയിതാവ് ചാവറ അപ്പുക്കുട്ടൻ പിള്ളയാണ്. കഥകളി രസവിചാരം എന്ന കൃതിയുടെ രചയിതാവ് ചാവറ അപ്പുക്കുട്ടൻ പിള്ളയാണ്. നടന കൈരളി എന്ന കൃതിയുടെ രചയിതാവ് ഗുരു ഗോപിനാഥാണ്. നടന കൈരളി എന്ന കൃതിയുടെ രചയിതാവ് ഗുരു ഗോപിനാഥാണ്. ഒലിവോർ വിജയം എന്ന കൃതിയുടെ രചയിതാവ് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. ഒലിവോർ വിജയം എന്ന കൃതിയുടെ രചയിതാവ് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. കഥകളി വിജ്ഞാനകോശം എന്ന കൃതിയുടെ രചയിതാവ് ഐമനം കൃഷ്ണകൈമളാണ്. കഥകളി വിജ്ഞാനകോശം എന്ന കൃതിയുടെ രചയിതാവ് ഐമനം കൃഷ്ണകൈമളാണ്.